നമസ്കാരം. ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കിയത് അവഗണന കൊണ്ടാണ്. അരയും തലയും മുറക്കിയിറങ്ങുന്ന BJP നേട്ടം കൊയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിയ ഒരു മുൻഗണന UDFന് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലൊരു വലിയ ആത്മവിശ്വാസമായി UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുമ്പോൾ അവർ ഏതൊക്കെ മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്, ഓരോ മേഖലയിലും ഇപ്പം ഓരോ മണ്ഡലങ്ങളിലും അവർ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, പക്ഷെ ആ മണ്ഡലങ്ങളെയൊക്കെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ നിലപാടിലായിരിക്കും അവിടുത്തെ ജനങ്ങൾ അത് കാണുക, അല്ലെങ്കിൽ വോട്ടർമാർ എങ്ങനെയായിരിക്കും അത് സ്വീകരിക്കുക എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമുണ്ട്. ആറ്റിങ്ങൽ ഇക്കുറി നടക്കാൻ പോകുന്ന ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ തവണ ഏകദേശം 30,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമതെത്തിയ NDAയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ V മുരളീധരൻ ഒന്നാമതെത്തിയതിന്റെ ബലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അവിടെ മത്സരിച്ചത് തന്നെ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് CPM-ഉം കേന്ദ്ര സർക്കാരിന്റെ എണ്ണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് BJP-യും മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ പറയുവാൻ സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ കണക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാനോ ജനങ്ങളെ സ്വാധീനിക്കുവാനോ കഴിയാതെ എങ്കിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ആറ്റിങ്ങൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരികയാണ്. ഇനി വരുന്ന ഒരു 1.5 ആഴ്ചക്കുള്ളിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരങ്ങളിലേക്ക് എത്തപ്പെടും. കാരണം ഫെബ്രുവരി 15 കഴിയുന്നതോടുകൂടി ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തും ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്നത് ഒരു ഇടത് കോട്ടയാണ്. ആ ഇടത് കോട്ടയിൽ കയറി വലിയ സ്വാധീനം ചെലുത്താൻ BJP-ക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അത് വലിയൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ഇടതുമുന്നണിയുടെ കോട്ടയെ തകർക്കാൻ കഴിയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ തകർക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ ആറ്റിങ്ങൽ സംസ്ഥാന ബജറ്റിൽ ആറ്റിങ്ങലിനെ വളരെ കൃത്യമായിട്ട് അവഗണിച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടാവുന്നുണ്ട്. അത് അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അവഗണന ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം പോലും കൊണ്ടുവരുന്നത് BJP-യാണ്. അപ്പോൾ ബജറ്റ് മണ്ഡലത്തിലെ വിവിധ പദ്ധതികളായിട്ട് ആ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 14 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് എടുത്തു കാട്ടിക്കൊണ്ടാണ് പക്ഷേ LDF പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രതിഷേധത്തിന്റെ മുന്നേറിച്ചിരിക്കുന്നത്. അവഗണന കൊണ്ട് തളർന്നുപോയ നഗരമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. മാത്രമല്ല, കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തുണ്ട് എന്ന ചോദ്യമാണ് ഇടതുമുന്നണി ഉയർത്തുന്നത്. എന്താണ് കേന്ദ്രം നൽകിയത്? ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ മത്സരിച്ച അഡ്വക്കേറ്റ് P. സുധീറിനെ വീണ്ടും മത്സരിപ്പിക്കുവാൻ BJP-യിൽ ആലോചന നടക്കുന്നുണ്ട്. എന്നാൽ ജനകീയനായിട്ടുള്ള നേതാവിനെ രംഗത്തിറക്കിയാൽ വിജയിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യക്കാരായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റായിരുന്ന ബൈജുവിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയതും സുധീറിന്റെ സാധ്യതകളെ ബാധിച്ചേക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ BJP-ക്കുള്ളിൽ നടക്കുന്ന തമ്മിലടി ആരും കാണുന്നില്ല എന്നുള്ളൂ. അതിനകത്ത് അവർ ഈ നേതാക്കൾ തമ്മിൽ മാത്രമല്ല, അണികൾ തമ്മിൽ പോലും അത്തരത്തിലൊരു രീതിയുണ്ട്. വേറൊരു കോൺഗ്രസിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് BJP എന്ന് പറയുന്നത്. കോൺഗ്രസിനകത്ത് എങ്ങനെയാണോ തമ്മിലടി നടക്കുന്നത്, അതിന്റെ മറ്റൊരു വകഭേദമാണ് ഈ BJP-ക്കുള്ളിൽ നടക്കുന്നത്. അത് പക്ഷെ ആരും പുറത്ത് കാണുന്നില്ല, അറിയുന്നില്ല എന്ന് മാത്രം. അതിന്റെ കാരണം എന്ന് പറയപ്പെടുന്നത് അതിനകത്തൊരു കേഡർ സ്വഭാവം നിലനിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അമിത്ഷായെ പോലൊരു നേതാവ് അതിനകത്ത് കണ്ണുരുട്ടിയാൽ തീരാവുന്ന വിഷയങ്ങളെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളൂ എന്നാണ്. അതായത് അമിത്ഷായെ ഭയപ്പെട്ടാണ് പല നേതാക്കന്മാരും, BJP-യുടെ സംസ്ഥാന നേതാക്കൾ അടക്കം നിൽക്കുന്നത് അമിത്ഷായെ ഭയപ്പെട്ടുകൊണ്ടാണ്. ആ ഭയത്തെയാണ് അവർ ആയുധമാക്കി മാറ്റുന്നതും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നത്. അതുകൊണ്ട് മണമ്പൂരിലാണെങ്കിലും ശരി, ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിലും ശരി, അവിടെ നിന്ന് മത്സരിക്കേണ്ടവരെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന സംസ്ഥാന നേതൃത്വമാണെങ്കിൽ കൂടിയും ജില്ലാ നേതൃത്വങ്ങൾക്കോ പ്രാദേശിക ഘടകങ്ങൾക്കോ ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മണമ്പൂരിലെ ജനകീയനായിട്ടുള്ള നേതാവുള്ള ബൈജു പഞ്ചായത്ത് അംഗമാണ്. വളരെ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപനമായിട്ടുള്ള ബൈജുവിന്റെ വ്യക്തി ബന്ധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മണ്ഡലത്തിൽ നിന്നുള്ള പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള യുവാവ് എന്ന് പരിഗണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരികയാണ്. പക്ഷെ അപ്പോഴും ഈ ആശാനാഥിനെ പോലൊരാളെ വീണ്ടും, അതായത് അറിയാലോ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറാണ് അവരെ ഇവിടെ ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യത്തോട്. കാരണം ഇവിടെ ഈ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിലേക്ക് എത്തപ്പെടുന്ന ആശാനാഥിനോട് വിജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ ആ പാർട്ടിക്കുണ്ടതാണ്. പക്ഷേ എന്നാൽ ആറ്റിങ്ങലിൽ സംഘടനാ മണ്ഡലത്തിലുണ്ടായ തമ്മിലടി എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സുധീറിന്റെ സാധ്യതകൾ ബാധിക്കുകയാണ് BJP-യുടെ. അതേസമയം ഇടതുമുന്നണിക്കായിട്ട് തുടർ വിജയം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട് താനും. അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് BJP-യുടെ തമ്മിലടി കാരണമാണ് സംഘടന ആ മണ്ഡലത്തിൽ സുധീറിന്റെ സാധ്യത. സുധീർ മത്സരിക്കേണ്ട ഒരു വ്യക്തിയാണ്, കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ തള്ളിക്കളയുക എന്നുള്ളത് അവിടുത്തെ ഈ പറയുന്ന
വിഭാഗീയത കാരണമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടേക്ക് ആശാനാഥിനെ പോലൊരു നേതാവ് വരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ആ ഓപ്ഷൻ അംഗീകരിക്കുവാനാണ് കേന്ദ്ര നേതൃത്വം പലപ്പോഴും തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആറ്റിങ്ങൽ ഇടത് കോട്ടയാണ് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അവിടെ തുടർ വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആറ്റിങ്ങൽ ഇടത് വോട്ടുകളിലെ ചോർച്ച തടയാനൊന്നും ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇനി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവിടുത്തെ അത്തരത്തിലൊരു ചോർച്ച ഉണ്ടായില്ല. അതിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തലത്തിൽ ചെറിയൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല നിലവിലെ MLA അവിടെ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എടുത്തു കാട്ടിയാൽ തന്നെ ജനം വോട്ട് ചെയ്യും അല്ലെങ്കിൽ പിന്തുണയ്ക്കും എന്നുള്ളതാണ് CPM-ന്റെ അവകാശവാദം. നിലവിൽ അവിടുത്തെ MLA എന്ന് പറയപ്പെടുന്ന മുമ്പ് തന്നെ നമുക്കറിയാം OS അംബിക, മുൻ MLA B സത്യ എന്നിവരാണ് CPM ഇപ്പൊ ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ പുതുമുഖ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ UDF-നായിട്ട് RSP മത്സരിച്ച മണ്ഡലം ഇക്കുറി കോൺഗ്രസ് തിരിച്ചെടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശ് MP ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ എടുത്തു കാട്ടിക്കൊണ്ട് വോട്ട് കളയാനുള്ള ഒരു ശ്രമം അവിടെ UDF നടത്തുന്നുണ്ട്. അതായത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കുവാനുള്ള സാധ്യതയിലേക്ക് എത്തുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതിന്റെ സാധ്യത MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു സാഹചര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെ പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ്. എന്തായാലും BJP തഴഞ്ഞ ജാനുവിനൊപ്പം കൂട്ടി അർഹമായിട്ടുള്ള സ്ഥാനവും മാന്യമായിട്ടുള്ള പരിഗണനയൊക്കെ നൽകുന്നത് UDF തുടർന്നിട്ടുണ്ട്. അങ്ങനെ പട്ടികജാതി വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ കോൺഗ്രസ് ആറ്റിങ്ങൽ സീറ്റ് പിടിച്ചെടുക്കാം എന്നുള്ള ധാരണയിലേക്ക് എത്തുകയാണ്. അപ്പോൾ UDF-ലെ ഉഭയകക്ഷി ചർച്ചകളൊക്കെ പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കും. ഇക്കുറി ആറ്റിങ്ങലിലും വിജയ സാധ്യത ഉണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇവിടെ ബജറ്റിലെ അവഗണന വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും ശ്രമിക്കുമ്പോൾ ആര് നേടും ആര് വീഴുമെന്നൊക്കെ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം അരയും തലയും മുറുക്കി ഇറങ്ങുന്ന BJP-യോ അതോ ചെങ്കോട്ടയിൽ വീണ്ടും സഖാക്കൾ അരിവാൾ ഉയർത്തുമോ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതോ ഏതെങ്കിലും വിധത്തിലുള്ള സാധ്യതകൾ ജാനു ഒക്കെ UDF-ന്റെ ഭാഗമായതിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന UDF-ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അവസരം ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പൊതുസമ്മതനല്ല എന്നുണ്ടെങ്കിൽ വിജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.